നമസ്കാരം. 2026 വിഷു ഫലം. മിഥുനം രാശിയിൽപ്പെട്ട മകീരത്തര, തിരുവാതിര, പുണർദം, മുക്കാൽ നക്ഷത്രക്കാർക്ക് 10ലൂടെ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹൃദയ സംബന്ധമായിട്ട് രോഗങ്ങളൊക്കെ ഉള്ളവര് ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് ചികിത്സയൊക്കെ തേടുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ശനി 10ലൂടെ സഞ്ചരിക്കുന്നത് കണ്ടകനായതുകൊണ്ട് തന്നെ ഈ വർഷത്തിന്റെ ആദ്യത്തിലൊക്കെ നിങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവയോഗ്യമാകുന്ന വർഷമാണ്. ധാരാളം ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. മദ്യത്തോടുകൂടി കഠിന പ്രയത്നം ആവശ്യമായി വരുന്നതാണ്. വർഷമധ്യത്തോടുകൂടി പല കർമ്മരംഗവും മാറി മാറി നിങ്ങൾ പരീക്ഷിക്കുകയും അവസാനം ഒരിടത്തിലും നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊഴിൽ രംഗത്ത് പല തർക്കങ്ങളും, ബിസിനസ്സുകാർക്ക് ശത്രു ദോഷവും ശത്രു പീഡകളും ഇതും ഒക്കെ അനുഭവയോഗ്യമാകുന്നുണ്ട്. വിദേശ യാത്രയ്ക്കും പുതിയ തൊഴിലിനും ഒക്കെ തടസ്സങ്ങൾ മാറുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിൽ അലസത വന്നു ചേരാം. ഉന്നത പഠന രംഗത്ത് ധാരാളം അലച്ചിലുകൾ ഉണ്ടാവും. ഉന്നത പഠനത്തിനായിട്ട് വിദേശത്ത് പോയിട്ടുള്ളവർക്ക് അവിടെ ചെന്ന അലച്ചിലുകളൊക്കെ നല്ലതുപോലെ ഉണ്ടാകാം. ഗ്രഹോപകരണങ്ങൾ, വാഹനങ്ങൾ ഇവയൊക്കെ മാറ്റി വാങ്ങാനൊക്കെ യോഗം കാണുന്നുണ്ട്. വാഹന ഉപയോഗവും മറ്റും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. യാത്രകളും അലച്ചിലുകളും മൂലം സാമ്പത്തിക പരാധീനത വന്നു ചേരാം. വർഷത്തിന്റെ അവസാനത്തോടുകൂടി സാമ്പത്തിക പരാധീനതയിൽ നിന്ന് ചെറിയൊരു തരത്തിലുള്ള മോചനം വന്നു ചേരുന്നതാണ്. രക്തസമ്മർദ്ദ രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്ന ആളുകൾ അത് മൂർച്ഛിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെയ്യുന്നത് നന്നായിരിക്കും. ഷുഗർ പോലെയുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലുള്ളവർ നല്ല രീതിയിലുള്ള വിദഗ്ധ ചികിത്സ തേടുക. അതുപോലെ തന്നെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഈശ്വരാധീനമൊക്കെ വർദ്ധിപ്പിക്കുക. യോഗ, മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടുന്ന തരത്തിലുള്ള ജപങ്ങളും ഒക്കെ സ്വാർത്ഥീകരിക്കുന്നതും അത് സ്വന്തമായിട്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ കുറച്ച് സമയമെങ്കിലും നിങ്ങൾ മനസ്സിന് സന്തോഷം കിട്ടുന്ന ഏതെങ്കിലും പ്രവൃത്തികളൊക്കെ ഏർപ്പെടുന്നത് ഈ രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും. അല്ലെങ്കിൽ രോഗദുരിതങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നതാണ്. മനോദുഃഖം കൂടുതലാവുമ്പോൾ ചില പല അസുഖങ്ങൾക്കൊക്കെ അത് കാരണമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ക്ഷേത്ര ദർശനം, നാമജപ ഇവയെല്ലാം കൂടുതൽ സമയം ചെലവഴിക്കുന്നതാണെങ്കിൽ, പ്രത്യേകിച്ച് മധ്യപ്രായം കഴിഞ്ഞവർ കൂടുതൽ സമയവും ഈശ്വരാധീനം ഉണ്ടാക്കാനുള്ള ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വിചാരിച്ചിട്ട് എല്ലാ നേരവും അമ്പലത്തിൽ പോയിരിക്കണം എന്നല്ല പറഞ്ഞത്. വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ടാണെങ്കിലും ഏതെങ്കിലും ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് ഏതെങ്കിലും ഒരു മന്ത്രജപം എടുത്തിട്ട് മനസ്സിന് സമാധാനവും സന്തോഷവും, കുട്ടികളെ കുറിച്ച് ഓർത്ത് കൂടുതൽ ആദിയും വ്യാധിയൊക്കെ വരാനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പം അതിന് കൂടുതൽ സമയം കുടുംബ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥനകൾ സ്വായത്തമാക്കുന്നത് നന്നായിരിക്കും മിഥുനം രാശിക്കാർക്ക്.